ഇന്റർവെല്ലിൽ കിടിലൊരു ബ്ലോക്കിലാണ് കൊണ്ടുവച്ചേക്കുന്നത്. തിരിച്ചറിവ് അങ്ങനെയെങ്കിലും പോയിട്ടില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ സംഭവം. പടം അടിപൊളിയാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. ഇന്റർവെല്ലാണ് സെറ്റ്. ഇന്റർവെല് കിടലിനായിട്ടുണ്ട്. ഒന്ന് ആ സീറ്റിലൊന്നും നമുക്ക് പെട്ടെന്ന് ചായ കുടിച്ചിട്ട് പെട്ടെന്ന് തിയേറ്ററിനകത്ത് കയറാൻ തോന്നുന്ന രീതിയിൽ അടിപൊളി സാധനം സെറ്റായിട്ടുണ്ട്. അതെ 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 അതെ. ഇനി നായകനും വില്ലനും നേർക്ക് നേർ. വിനായകൻ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞതുപോലെ പിന്നെ എന്താ പറയാ, ഒരു ലൗഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ നമ്മൾ വിനായകനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതില്ല, ആ പിടിച്ച് കറക്റ്റ് ആ മീറ്ററിൽ തന്നെ പോകുന്നുണ്ട് വിനായകൻ. നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റർവെൽ ബ്ലോക്ക് കിടലിനായിട്ടാണ് പ്രതീക്ഷിക്കാത്ത. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ആളുകൾക്ക് കലങ്ങുന്നുണ്ടോയെന്ന് എനിക്കറിയാം, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇന്റർവെൽ പഞ്ചാണ് വന്നേക്കുന്നത്. ഇനി അടുത്ത വില്ലനും നായകനും നേർക്കുന്നത്. പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുള്ള ജയിലർ 2 പോലുള്ള രജനീകാന്ത് ചിത്രത്തിൽ പോലും രജനീകാന്തിനെയും കാട്ടി മുകളിൽ നിൽക്കുന്ന പ്രകടനം നടത്തിയ ഒരു വ്യക്തിയാണ് വിനായകൻ. അപ്പോൾ അദ്ദേഹവും മമ്മൂക്കയും കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തീയാണ്. ഇനി കാട്ടു തീയാണെന്നാണ് നോക്കേണ്ടത് സെക്കൻഡ് ഹാഫ്. ഓക്കെ എന്നാ. ഞെട്ടിച്ച് ഒന്നും പറയാനില്ല. കൊള്ളാം. മമ്മൂട്ടിയും പൊളി, വിനായകനും പൊളി. കട്ടക്കാണ്. കൊള്ളാം. ഇനിയാണ് കഥ. ഇതിൻ്റെ അകത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആക്ടിങ്. പിന്നെ പടം ഒരു സസ്പെൻസ് രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എന്താണെന്നുള്ളത് നമ്മൾ എക്സൈറ്റഡ് ആണ്. അതായത് വിനായകനും മമ്മൂട്ടിയും കൂടെ ഒന്നിക്കുന്ന ആ ഒരു ഇന്റർവൽ പഞ്ചിലാണ് നമ്മളെ ഹരം പൊളിച്ച് നിർത്തിയേക്കുന്നത്. മമ്മൂട്ടിയുടെ അഭിനയം ഒരു രക്ഷയില്ല, അത് പറയാതിരിക്കാൻ വയ്യ. അതായത് ഇതിനകത്ത് ഒരു സീരിയൽ കില്ലിംഗ് മോഡലാണ് മമ്മൂട്ടിയുടെ ക്യാരക്ടർ പോകുന്നത്. അപ്പോൾ ഓരോ ഫീമെയിലായിട്ടുള്ള ക്യാരക്ടറിൻ്റെ അടുത്ത് നമ്മൾ മമ്മൂട്ടിയുടെ ഓരോരോ രീതിയിലുള്ള എക്സ്പ്രഷൻസ് അഭിനയങ്ങളാണ് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. അത് തന്നെ ഇങ്ങനെ കണ്ടിരിക്കാം.